പാകിസ്ഥാന്റെ സെനറ്റർ ആയിട്ടുള്ള മുഷാഹിദ് ഹുസൈൻ ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയും യു എയും തമ്മിലുള്ള അടുത്ത ബന്ധമാണ് അയാളെ പ്രൊവോക്ക് ചെയ്തിരിക്കുന്നത്. അയാൾ പറയുന്നത് ഇന്ത്യയും യു എയും തമ്മിലുള്ള അടുത്ത ബന്ധം ദീർഘകാല അടിസ്ഥാനത്തിൽ ജിയോ പൊളിറ്റിക്കൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. യു എയിലെ വലിയ ഇന്ത്യൻ പ്രവാസികളെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സൗഹൃദം യു എയെ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അയാൾ പരിഹാസ രൂപേണ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ യു എയിലെ പോപ്പുലേഷനിൽ ഇന്ത്യക്കാർ വളരെ കൂടുതലാണ്. അതിൽ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് കേട്ടോ കൂടുതൽ. പക്ഷെ എന്നിട്ടും ഇയാള് ഒരു ദുരുദ്ദേശത്തോട് കൂടിയിട്ട് പറഞ്ഞത് നാളെ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിട്ട് യു എയെ മാറ്റിക്കളയും എന്നാണ് ഇയാൾ പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയും വർഗീയമാണ് ഇവരുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത്. ഇസ്ലാമിക രാജ്യമായിട്ടുള്ള യു എയും ഹിന്ദു മെജോറിറ്റിയുള്ള ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തെ ഏത് രീതിയിലാണ് അയാൾ വളച്ചൊടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ശരിക്കും ഇത് മാതൃകാപരമായ സൗഹൃദമാണ്. ഒരു ഇസ്ലാമിക രാജ്യവുമായിട്ട് വളരെ അടുത്ത സൗഹൃദം. ഒരു കാലത്ത് നമ്മൾ ഇസ്രയേലിനോടുണ്ട് എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ റഷ്യയോടുണ്ട് എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ ഫ്രാൻസിനോടുണ്ടെന്ന് പറയുന്ന പോലെ വളരെ അടുത്ത ബന്ധമാണ് നമുക്കിന്ന് യു എയുമായിട്ടുള്ളത്. യു എയിലെ ഭരണാധികാരി പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വരുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നു, സൗഹൃദം പങ്കിടുന്നു, തിരിച്ചു പോകുന്നു. മോദി പലതവണ യു എയിൽ പോകുന്നു, അവിടുത്തെ ഭരണാധികാരിയെ കാണുന്നു, സൗഹൃദം പങ്കിടുന്നു. ക്രൗൺ പ്രിൻസ് ഇന്ത്യയിൽ വരുന്നു. അങ്ങനെ വളരെ ഊഷ്മളമായ ബന്ധം. ഒരുപക്ഷെ 1000-2000 വർഷം മുമ്പ് വിശാലമായ ഇന്ത്യയുമായിട്ട് മിഡിൽ ഈസ്റ്റിനുണ്ടായിരുന്ന ബന്ധത്തെ ഓർമ്മിപ്പിക്കും വിധത്തിൽ വളരെ സൗഹൃദപരമായ ഒരു ബന്ധമാണ് ഇന്ന് ഇന്ത്യയുമായിട്ടുള്ളത്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ അയൽക്കാര് പാകിസ്ഥാനായി പോയി. പാകിസ്ഥാൻ ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല, കണ്ണുകടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. മാത്രമല്ല യു എയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2019 അബുദാബി ഫണ്ട് ഫോർ ഡെവലപ്മെന്റിൽ നിന്ന് പാകിസ്ഥാൻ ഏകദേശം $3.5 ബില്യൺ വായ്പ എടുത്തു. അപ്പൊ ഈ വായ്പ ഇപ്പോൾ തിരിച്ചടയ്ക്കണമെന്ന് യു എ ആവശ്യപ്പെട്ടു. നിലവിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഓട്ടക്കാലണയാണ്. കയ്യിൽ നയ പൈസ ഇല്ല. തെണ്ടിപ്പറക്കി ഒക്കെ ജീവിച്ചു പോവാണ്. പലപ്പോഴും IMF നിന്ന് കടം വാങ്ങിയും അമേരിക്കയിലെ ട്രംപ് എറിഞ്ഞു കൊടുക്കുന്ന ചില്ലറ ഡോളറുകൾ വെച്ചുമൊക്കെ ജീവിക്കുന്ന പാകിസ്ഥാന് ഈ 3.5 ബില്യൺ പലിശ സഹിതം തിരിച്ചടയ്ക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടോ എന്നുള്ളത് കണ്ടറിയണം. അപ്പൊ എന്തായാലും യു എ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ പൈസ തിരിച്ചു വേണം. അപ്പൊ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പെട്ടു. കൊടുത്തേ പറ്റുള്ളൂ, കടം വാങ്ങിച്ച പൈസയാണ്. സാധാരണ അങ്ങനെ തിരിച്ചു കൊടുത്തുള്ള ശീലമൊന്നും പാകിസ്ഥാൻ ഉള്ളതല്ല. പക്ഷെ ഇത്തവണ യു എ കടുപ്പിച്ചിട്ടാണ്. യു എ പൈസ തിരിച്ചു ചോദിച്ചത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മാത്രമല്ല, ഒരുപാട് കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം അതിലൊരു കാരണമാണ്. നിലവിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ അവർക്ക് ശ്രമിച്ചേ പറ്റുള്ളൂ. യുദ്ധം പശ്ചിമേഷ്യയെ സാമ്പത്തികമായി ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വിദേശത്ത് നൽകിയിട്ടുള്ള വലിയ തുകകൾ തിരിച്ചെടുത്ത് സ്വന്തം കരുതൽ ശേഖരം ശക്തിപ്പെടുത്തുക എന്നതാണ് യു എയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതിനൊക്കെ അപ്പുറം പാകിസ്ഥാന്റെ വിദേശ നയത്തിലെ മാറ്റങ്ങളും ഒരു കാരണമാണ്. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ്, പാകിസ്ഥാൻ അവിടെയും ഇവിടെയും നിന്ന് കാലുവാരുന്ന പരിപാടിയാണെന്നുള്ളത് യു എക്ക് അറിയാം. മാത്രമല്ല യു എ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല. അതോടൊപ്പം തന്നെ മുൻപൊക്കെ പാകിസ്ഥാന് വായ്പകൾ നൽകിയിരുന്ന സമയത്ത് വർഷാവർഷം പുതുക്കി നൽകുന്ന ഒരു പതിവാണ് യു എക്ക് ഉണ്ടായിരുന്നത്. 2025 അവസാനത്തോടെ ഈ നയം യു എ അങ്ങ് മാറ്റി. വായ്പാ കാലാവധി മാസങ്ങളിലേക്ക് മാത്രമായിട്ട് അങ്ങ് ചുരുക്കി. പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയിലുള്ള ആശങ്കയും പാകിസ്ഥാൻ സമീപകാലത്തെടുത്ത ചില തീരുമാനങ്ങളും അതിനൊരു കാരണമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് പാകിസ്ഥാൻ സൗദി സ്ട്രാറ്റജിക് പ്രതിരോധ കരാർ. അതായത് 2025 ഡിസംബറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും ഒരു ചരിത്രപരമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാർ അനുസരിച്ച് നാറ്റോ മോഡലിലാണ് ഇത് പ്രവർത്തിക്കുക. എന്ന് വെച്ചാൽ ഈ കരാർ പ്രകാരം സൗദി അറേബ്യയ്ക്കോ പാകിസ്ഥാനോ നേരെ ഏതെങ്കിലും രാജ്യം ആക്രമണം നടത്തിയാൽ അത് 2 രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കിയിട്ട് സംയുക്തമായിട്ട് നേരിടും എന്നായിരുന്നു ധാരണ. ഗൾഫ് മേഖലയിൽ സൗദി അറേബ്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിലും പാകിസ്ഥാൻ പൂർണ്ണമായും സൗദി പക്ഷത്തേക്ക് നീങ്ങുന്നതിലും യു എക്ക് താല്പര്യമില്ല. പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക ശക്തി, പ്രത്യേകിച്ച് ആണവ ശക്തി സൗദിയുടെ സുരക്ഷയ്ക്കായി മാത്രം വാഗ്ദാനം ചെയ്യുന്നത് യു എയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ തങ്ങളുടെ കൂടി പക്ഷപാതരഹിതമായി നിൽക്കുമെന്ന് കരുതിയാണ് മുൻകാലങ്ങളിൽ ചോദിക്കുമ്പോഴൊക്കെ യു എ പൈസ കൊടുത്തത്. ഈ പൈസ വാങ്ങി ഉപയോഗിച്ചിട്ട് തിരിഞ്ഞു നിന്ന് കൊഞ്ഞണം കുത്തുന്ന പരിപാടിയാണ് പാകിസ്ഥാൻ ചെയ്തത് എന്നാണ് യു എ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ പൈസ പെട്ടെന്ന് തന്നെ തിരിച്ചു വേണമെന്നൊക്കെ പറയുന്നത്. യു എയും സൗദിയും തമ്മിൽ ഒരു മത്സരം നിലവിൽ നിൽക്കുന്നുണ്ട്. ഒന്ന്, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കാര്യത്തില് സൗദിയേക്കാൾ വളരെ മുന്നിലാണ് യു എ. പോലെ ആകാൻ ശ്രമിക്കുകയാണ് ഈ കാര്യത്തിൽ സൗദി.
അത് മാത്രമല്ല, വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്ന കാര്യത്തിലും മേഖലയിലെ ബിസിനസ് ഹബ്ബായി മാറുന്നതിനും രണ്ട് രാജ്യങ്ങളും തമ്മിൽ മത്സരം നിലനിൽക്കുന്നുണ്ട്. യമൻ യുദ്ധം, സുഡാൻ വിഷയം, ഒപെക് എണ്ണ ഉൽപാദനം തുടങ്ങിയ കാര്യങ്ങളിൽ സൗദിയും യുഎഇയും വ്യത്യസ്തമായ നിലപാടുകളും വ്യത്യസ്തമായ താല്പര്യങ്ങളുമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതും രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ തർക്കത്തിൽ പാകിസ്ഥാൻ സൗദിയോട് കൂടെ ചേർന്ന് നിൽക്കുന്നത് യുഎഇയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നിഷ്പക്ഷത സ്വീകരിക്കാതെ പാകിസ്ഥാൻ സൗദിയുടെ കൂടെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. സൗദിയിൽ നിന്ന് വൻതോതിലുള്ള നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പാകിസ്ഥാൻ സൗദിയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയാണ്. മേഖലയിൽ ഇറാനുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിലും പാകിസ്ഥാൻ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് യുഎഇ ശ്രദ്ധിക്കുന്നുണ്ട്. സൗദിയുമായിട്ട് പ്രതിരോധ കരാർ നിലനിൽക്കുമ്പോൾ തന്നെ ഇറാനുമായിട്ട് സൗഹൃദം നിലനിർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് യുഎഇയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവർ കരുതുന്നത്. സൗദിയിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അവർക്ക് സൈനിക സുരക്ഷ ഉറപ്പു നൽകുന്ന പാകിസ്ഥാന്റെ നയം യുഎഇക്ക് സ്വീകാര്യമല്ല. തങ്ങൾ നൽകുന്ന പണം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും അതിന്റെ രാഷ്ട്രീയ ലാഭം സൗദിക്കാണ് ലഭിക്കുന്നത് എന്ന തിരിച്ചറിവാണ് യുഎഇയെ പണം തിരികെ ചോദിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ സൗദി അറേബ്യയുമായി പാകിസ്ഥാൻ ഉണ്ടാക്കിയ പുതിയ സൈനിക സഖ്യം യുഎഇയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തി സന്തുലിതാവസ്ഥ തകർക്കുന്ന ഒന്നാണ്. അതിനുള്ള മറുപടിയാണ് സാമ്പത്തിക സഹായങ്ങൾ പിൻവലിച്ചുകൊണ്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ആഴത്തിലാക്കിക്കൊണ്ടും യുഎഇ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്നത്. ഇതിന്റെ ഒക്കെ പുറകിലെ മറ്റൊരു ബാക്ക് സ്റ്റോറി കൂടിയുണ്ട്. 2023, അതായത് പ്രേക്ഷകർ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഈ ഇസ്രയേലിലെ ഹമാസ് നടത്തിയ സർപ്രൈസിംഗ് ആയിട്ടുള്ള അറ്റാക്ക്, 1200ഓളം പേരുടെ ജീവൻ അപഹരിച്ച ആക്രമണം. ഈ ആക്രമണം ഉണ്ടാവുന്നതിനും ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇന്ത്യയും അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ പ്രഖ്യാപിക്കുന്നത്. ഈ ഒരു എക്കണോമിക് കോറിഡോർ പ്രഖ്യാപിച്ചതിൽ തുർക്കിക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. തുർക്കി എന്ന് പറഞ്ഞത്, ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പാത യാഥാർത്ഥ്യമാണോ, അത് സാധ്യമേ അല്ല എന്നാണ്. തുർക്കി സ്വയം വിശ്വസിക്കുന്നത് ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള പാലമാണ് തുർക്കി എന്നാണ്. ഒരർത്ഥത്തിൽ അത് ശരിയുമാണ്. ചരിത്രകാലം തൊട്ടേ അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചരക്ക് നീക്കമെല്ലാം തുർക്കിയിലൂടെ തന്നെ പോകണം, അതിന്റെ ഒരു ഗുണഭോക്താവ് തങ്ങളായിരിക്കണമെന്ന് തുർക്കി കരുതുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുകയും തീവ്രമായ വർഗീയത പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന തുർക്കിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തുർക്കിയിലൂടെയുള്ള ഒരു ചരക്ക് നീക്കം എന്ന് പറയുന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ടെത്തിയ മറ്റൊരു വഴിയായിരുന്നു ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അതായത് ഇന്ത്യ, യുഎഇ, സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രയേൽ, നേരെ പിന്നെ ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ യൂറോപ്പിലേക്ക് എത്തുക. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ചരക്ക് നീക്കം, അതായത് ഒരേ സമയം കടലിലൂടെയും കരയിലൂടെയും റെയിൽ സംവിധാനത്തിലൂടെയും ഒക്കെയുള്ള ഒരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ചരക്ക് നീക്ക സംവിധാനം അതായിരുന്നു ഇന്ത്യ, യൂറോപ്പ്, അല്ലെങ്കിൽ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ഈ ഹമാസിന്റെ ഇസ്രയേലിൽ നടത്തിയ ആക്രമണം ഈ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന്റെ പ്രോഗ്രസ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനാണ്. 2023 2 തവണ ആവർത്തിച്ച് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. ഇത് സംബന്ധിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് അത് പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകണം. ഇന്നിപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് പോലും കാരണമായ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ആ സംഭവമാണ്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാകുന്നതിനെ മുന്നിൽ നിന്ന് എതിർക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും അതിലൊന്ന് ഇറാനായിരുന്നു, 2 പാകിസ്ഥാൻ, 3 തുർക്കി, പരോക്ഷമായി ചൈനയും അതിനെ എതിർത്തിരുന്നു. കാരണം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ഒരു ബദൽ എന്ന നിലയ്ക്ക് കൂടിയാണ് ഇത് മുന്നോട്ട് വെച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ഹമാസിന്റെ ആക്രമണത്തിന്റെ പുറകിൽ ഇറാന്റെയും തുർക്കിയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ എന്തിനാണ് അത് എതിർക്കുന്നത്? സിമ്പിൾ ലോജിക്കാണ്. ഒരേ സാമ്പത്തിക സ്ഥിതിയിലുള്ള 2 അയൽക്കാർ, അതിൽ ഒരയൽക്കാരൻ കഠിനമായിട്ട് അധ്വാനിച്ച് അയാൾ നല്ല ജോലിയൊക്കെ നേടിയിട്ട് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നു, അയാൾ വളരെ സമ്പന്നനും ശക്തനുമായിട്ട് മാറുന്നു. മറ്റേ അയൽക്കാരൻ പണിയൊന്നും എടുക്കാതെ കുത്തിത്തിരിപ്പുമായി നടന്നിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പഴയ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. ആ പഴയ അവസ്ഥയിൽ തന്നെ കിടന്നുകൊണ്ട് തൻ്റെ ഒപ്പം അതേ അവസ്ഥയിൽ നിന്നിരുന്ന എന്നാൽ ഇന്ന് ശക്തനും സമ്പന്നനുമായിട്ട് മാറിയ മറ്റേ അയൽക്കാരനോട് ഇയാൾക്ക് തോന്നുന്ന അസൂയയില്ലേ, അതാണ് പാകിസ്ഥാന് ഇന്ത്യയോട് തോന്നുന്നത്. അതായത് അയൽക്കാരായതിൻ്റെ ഒരു കുഴപ്പം കൂടിയുണ്ട്. ഇന്ത്യ സാമ്പത്തികമായും സൈനികമായും ഒക്കെ ശക്തമായിട്ട് മാറുന്നു, തങ്ങൾക്കൊന്നും ആകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ബോധം, ആ ഒരു ബോധം അസൂയായിട്ട് മാറിയിട്ട് ഇന്ത്യയോടുള്ള വെറുപ്പായിട്ട് അവർക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാകുമ്പോൾ പാകിസ്ഥാൻ അതിൽ ഒരു റോളുമില്ല. ഇന്ത്യക്കാണെങ്കിൽ അത് വലിയ സാമ്പത്തിക നേട്ടമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി പാകിസ്ഥാൻ അതിനെ എതിർക്കും. ഇറാന്റെ വിഷയം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള ബന്ധമാണ്. ഈ കോറിഡോറിനെ ഇറാൻ എതിർക്കുന്ന കാരണം അതാണ്.
ഈ ഒരു കോറിഡോർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് UAE, ഇസ്രയേൽ, സൗദി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടും. കാരണം ഈ ചരക്ക് നീക്കം ഈ രാജ്യങ്ങളിലൂടെ എല്ലാമാണ് പോകുന്നത്. മിഡിൽ ഈസ്റ്റ് ശാന്തമാണെങ്കിലല്ലേ ഇത് യാഥാർത്ഥ്യമാകൂ. അപ്പോൾ മിഡിൽ ഈസ്റ്റ് അശാന്തിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇസ്രായേൽ പലസ്തീൻ വിഷയം തന്നെയാണ് ഉയർന്നു വരേണ്ടതെന്ന ധാരണയിൽ നിന്നായിരിക്കാം ഇറാൻ ഈ പറയുന്ന ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഹമാസിന്റെ ആക്രമണം സംഭവിക്കുന്നതും വീണ്ടും ഈ ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ വീഴുന്നതും. ശരിക്കും UAEയും ഇസ്രയേലും സൗദിയും ഒക്കെ തമ്മിൽ ഭേദപ്പെട്ട ഒരു ബന്ധം രൂപപ്പെട്ടു വരുന്ന സമയത്താണ് ഈ ഒരു ഭീകരാക്രമണം വന്ന് ഉണ്ടാവുന്നത്. അതേ തുടർന്നാണ് ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുന്നതും പിന്നീട് അത് നേരെ തിരിഞ്ഞിട്ട് ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനവും ക്രൂരമായ കൊലപാതകങ്ങളും എന്ന നിലയിലേക്കൊക്കെ അത് മാറുന്നതും പ്രതിഷേധങ്ങളായിട്ട് മാറുന്നതും ഒക്കെ. അപ്പോൾ ഈ ഇന്ത്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ഒക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു പദ്ധതി വളരെ മെല്ലെയാണ് മുന്നോട്ട് പോകുന്നത്. അത് വിചാരിച്ച വേഗത്തിൽ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് മിഡിൽ ഈസ്റ്റും സംഘർഷഭരിതമാണ്. ചുരുക്കത്തിൽ പാകിസ്ഥാനും തുർക്കിയും ഇറാനും ഒക്കെ ആഗ്രഹിച്ചത് നടന്നുവെന്ന് തന്നെ പറയാം. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം പോലും. അപ്പൊ ഇതിലെല്ലാം നല്ല അതൃപ്തിയുണ്ട് UAEക്ക്. കാരണം പാകിസ്ഥാന്റെ ഈ പിന്നാമ്പുറത്തു നിന്നുള്ള കളി ഈ മിഡിൽ ഈസ്റ്റിനെ സംഘർഷഭരിതമാക്കിയതിൽ പാകിസ്ഥാനും ഇറാനും ഒക്കെ പങ്കുണ്ട് എന്ന് നന്നായിട്ട് UAEക്ക് അറിയാം. ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ പഴയതുപോലെ UAEക്ക് ഇപ്പോൾ കഴിയാത്തത്. ഈവൻ ഇന്ത്യക്ക് പോലും ഇറാനോടുണ്ടായ അതൃപ്തികളിൽ ഒന്ന് അതാണ്. ഒന്ന്, കശ്മീർ വിഷയത്തിലെ അവരുടെ പരമോന്നത നേതാവ് പാകിസ്ഥാന് കൊടുത്ത പിന്തുണ. രണ്ട്, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോറിനെ ബാധിക്കുന്ന തരത്തിൽ ആക്രമണത്തിനെ അന്ന് പിന്തുണച്ചത് ഇറാനായിരുന്നു. ഇറാന്റെ പിന്തുണയോടെ തന്നെയാണ് ഹമാസ് ആക്രമണമൊക്കെ നടത്തിയത്. അപ്പൊ ഇതിലുള്ള അതൃപ്തി ഇന്ത്യക്കും ഇറാനോട് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നിലവിൽ അതെല്ലാം പറഞ്ഞ് പരിഹരിച്ച് വലിയ കുഴപ്പമില്ലാതെ ഇന്ത്യ ഇറാൻ റിലേഷൻ മുന്നോട്ട് പോവാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് ഇപ്പോൾ പല പല ഗ്രൂപ്പുകൾ കാണാൻ കഴിയും. അതിൽ ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത് സഹകരിക്കുന്ന ഗ്രൂപ്പിൽ പെടുന്ന രാജ്യങ്ങളാണ്. ഒന്ന് ഗ്രീസ് തുർക്കിയിൽ നിന്ന് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. ഗ്രീസ്, സൈപ്രസ്, അതോടൊപ്പം തന്നെ ഗ്രീസിനോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് സൈപ്രസ് ഗ്രീസ് അനുകൂലമായ ഭാഗമാണ്. സൈപ്രസിൽ തുർക്കിയുടെ താല്പര്യങ്ങളുണ്ട്. സൈപ്രസിനെ അസ്ഥിരപ്പെടുത്താൻ തുർക്കി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സൈപ്രസ് ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇന്ന് മാറുകയാണ്. ഗ്രീസിനെ കൂടാതെ ഇസ്രായേൽ ഓൾറെഡി ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യമാണ്. UAE ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യമാണ്. ഇതിനോടൊപ്പം തന്നെ അമേരിക്ക ട്രംപ് വന്നപ്പോൾ പല പൊട്ടത്തരങ്ങളും ചെയ്യുകയും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മേഖലയിലെ വിഷയങ്ങളിൽ അമേരിക്കയുടെ താല്പര്യങ്ങളും ഇന്ത്യക്ക് അനുകൂലമാണ്. മറുഭാഗത്ത് തുർക്കിയും പാകിസ്ഥാനും ഒരു പരിധിവരെ സൗദിയും ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഇന്ത്യയും സൗദിയും തമ്മിൽ നല്ല ടേംസിലാണെങ്കിൽ തന്നെ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കുറച്ച് സവിശേഷമാണ്. അതുകൊണ്ടാണ് പ്രതിരോധ കരാറൊക്കെ അവിടെ ഉണ്ടാവുന്നത്. തുർക്കിയും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അസർബൈജാനും നേരത്തെ ഇതിന്റെ ഭാഗമായിരുന്നുവെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇന്ത്യ അസർബൈജാൻ ബന്ധത്തിൽ നേരിയ പുരോഗതി ഉള്ളതായി കാണാൻ കഴിയുന്നു. അപ്പൊ അത് പതിയെ പഴയതുപോലെ നല്ല രീതിയിലേക്ക് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നിപ്പോ UAEയും അല്ലെങ്കിൽ ഇസ്രയേലും അടക്കമുള്ള രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഒരു കഴുകനാണ്. ആ പാകിസ്ഥാനെ കൂടെ നിർത്താൻ കൊള്ളില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ കൂടെ നിന്ന് പണിയും തരും. അപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ തിരിച്ചറിയുകയാണെന്ന് പ്രത്യേകിച്ച് UAE ഒരു കാലത്ത് വളരെ സാമ്പത്തികമായി പാകിസ്ഥാനെ സഹായിച്ചിരുന്ന രാജ്യമാണ്. അപ്പോൾ പാകിസ്ഥാനും UAEയും തമ്മിൽ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം ശക്തമായതിലുള്ള പാകിസ്ഥാന്റെ അതൃപ്തിയും ഇതിലൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിൽ പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടാനുള്ള ഒരു സാഹചര്യമാണുള്ളത് എന്ന് മാത്രമല്ല, ഈ യുദ്ധം കഴിയുന്നതോടെ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാവാനുള്ള കൂടുതൽ സാധ്യത കൂടി തെളിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.